ഓക്കെ, വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവിംഗ് അറിയാവുന്ന കുട്ടികളാണെങ്കിൽ അങ്ങനെ ഒരു കാര്യമുണ്ട്. ഇപ്പം വന്നു കഴിഞ്ഞാണെങ്കിലും വേറെ ഒരാളുടെ കീഴിൽ പോയി വർക്ക് ചെയ്യുന്ന കാര്യമില്ല. നമുക്ക് ഈ പറയുന്ന പോലുള്ള മെനു ലോഗ് അല്ലെങ്കിൽ എന്താ പറയുന്നത് മറ്റേ ഊബർ ഈറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് തന്നെ സ്വന്തമായിട്ട് യൂസ് ചെയ്യാൻ. നമുക്ക് വണ്ടിയായിട്ട് ഇറങ്ങിയാൽ മതി, അത്യാവശ്യം നല്ല പേയ്മെൻ്റ് ഉണ്ട്, വണ്ടി ഡ്രൈവ് ചെയ്യാൻ അറിയാം. പക്ഷെ നിങ്ങൾക്ക് ഒരു വണ്ടി വേണം, അത് മാത്രമേ അതിൻ്റെ അകത്തൊരു കാര്യമുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യമുണ്ട്. വണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് 4 ചെയ്യുന്നവർക്ക് കൂടുതൽ ഡിസബിലിറ്റിയുടെ ജോബ് കിട്ടുന്നുണ്ട്. അപ്പം വന്നു കഴിഞ്ഞാൽ നമുക്കൊരു അടിപൊളി ഒരു പ്ലാൻ പറഞ്ഞുതരാം. നമ്മൾ ആദ്യം ഇവിടെ ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് തിങ് ചെയ്യേണ്ടത് യൂണിവേഴ്സിറ്റിയിൽ എല്ലാ ദിവസവും പോകാൻ ശ്രമിക്കുക, വീട്ടിൽ ഇരിക്കാതിരിക്കുക. 2 ചെറിയ കുക്കിങ് പഠിക്കുക. 3 TFN എടുക്കുക, ബാങ്ക് അക്കൗണ്ട് എടുക്കുക, ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക. റെസ്യൂമെ പ്രിൻറ്റ് ചെയ്യുക. എല്ലാ ദിവസവും യൂണിവേഴ്സിറ്റി പോകുന്ന വഴിക്ക് നമുക്കറിയാവുന്ന സ്ഥാപനങ്ങളിലൊക്കെ ജോലിക്ക് റെസ്യൂമെ കൊടുക്കുക, നെറ്റ്വർക്ക് ചെയ്യുക. ആൾക്കാർ വഴി അങ്ങോട്ട് ഒരു സ്ഥാപനത്തിലേക്ക് ചെല്ലുകയാണ് കുറേ കൂടി ഈസിയാണ്. പിന്നെ നമ്മൾ പറയാൻ വന്നൊരു കാര്യം, ഞാൻ പറയാൻ വന്ന എൻ്റെ ഏതായിരുന്നു, വണ്ടി ലൈസൻസ് എടുക്കാൻ ശ്രമിക്കുക. 3 മാസം ഇപ്പോൾ ശരിക്കും ലീഗലി ഡ്രൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പണ്ടത്തെ റൂളാണ്. അപ്പം ഈ ആൾക്കാരുടെ അടുക്കാൻ നിങ്ങൾ ഇൻപുട്സ് ചോദിക്കുമ്പോൾ ഇല്ലടാ ഇവിടെ എനിക്ക് 2 കൊല്ലം വരെ ജോലി ചെയ്യാം, 3 കൊല്ലം വരെ ജോലി ചെയ്യാം എന്ന് പറഞ്ഞ് എന്നോട് തിരിച്ച് പേരൻസ് പറയാം നിങ്ങൾ അങ്ങനെയാണല്ലോ പറഞ്ഞത്. പിള്ളേരങ്ങനെ പലതും പറയും. കാരണം അവർ ഇതിനകത്ത് റിസർച്ച് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പില്ല. നിങ്ങൾ ഗൂഗിളിൽ ചെയ്യുക. നിങ്ങൾ ഇപ്പോൾ സർവീസ് NSW ആണ്, NSWയിലെ ബോഡി, വിക് റോഡ്സ് ആണ് വിക്ടോറിയയിലെ ബോഡി. അപ്പോൾ നിങ്ങൾ അവിടെ അന്വേഷിക്കുക. അതിൻ്റെ സൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റിന് 3 മാസമാണ്, ഏതോ ഒരു സ്റ്റേറ്റ് മാത്രം 6 മാസം മാക്സിമം കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് എന്നല്ല, ആദ്യമായിട്ട് ഓസ്ട്രേലിയയിൽ വരുന്ന അല്ലെ വിക്ടോറിയയിൽ വരുന്ന ഒരാൾക്ക് 3 മാസമേ വേറെ എക്സ്റ്റേണൽ. ഇപ്പോഴത്തെ റൂളാണ്. പണ്ടങ്ങനെ അല്ലായിരുന്നു കേട്ടോ. ഞാൻ സ്റ്റുഡൻ്റ് ആയിരുന്നപ്പോൾ എനിക്ക് 2 കൊല്ലം ഓടിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഇപ്പോഴത്തെ റൂൾ എന്താണെന്ന് ചോദിക്കണം. ചേട്ടന്മാർ പറയുന്നത് കേൾക്കരുത്. ചേട്ടന്മാരാണ് ഏറ്റവും കൂടുതൽ മിസ്ഗൈഡ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ആ കാര്യം നിങ്ങൾ സൈറ്റിൽ ഇപ്പോഴത്തെ റൂൾ നോക്കുക ചെയ്യുക. ഇത് നേരത്തെ പഠിച്ച എന്നെ ഗുണമെന്ന് വെച്ചാൽ, ഒന്ന് നല്ല ID പ്രൂഫാണ്. അതെ, കാരണം നിങ്ങൾ വീടിന് അപ്ലൈ ചെയ്യുമോ ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ 2 ID പ്രൂഫ് അപ്ലോഡ് ചെയ്യാൻ പറയും. എപ്പോഴും 2 ഓപ്ഷനകത്ത് എപ്പോഴും കിടക്കുന്ന ഒന്ന് പാസ്പോർട്ടും ഒന്ന് ഡ്രൈവർ ലൈസൻസ്. അപ്പോൾ ചിലയിടത്ത് ഈ ഓപ്ഷനേ ഉള്ളൂ. ഓസ്ട്രേലിയൻ പാസ്പോർട്ടും ഓസ്ട്രേലിയൻ ഡ്രൈവർ ലൈസൻസും മാത്രം ഉള്ളതുണ്ട് ചില ജോലികൾക്ക്. നമ്മുടെ അവിടെ ഓസ്ട്രേലിയൻ പാസ്പോർട്ട്, പിന്നെ നമുക്ക് ആകെ എടുക്കാൻ പറ്റുന്ന ഓസ്ട്രേലിയൻ ഡ്രൈവേഴ്സ് ലൈസൻസാണ്. ഇത് എടുത്തു കഴിഞ്ഞാൽ തന്നെ എംപ്ലോയീസിന് ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്. ഇവൻ എടുക്കാനാണല്ലോ ഇവൻ വന്നിട്ട്. കാരണം ഡ്രൈവർ ലൈസൻസ് ഇവിടെ എടുക്കുക അത്ര എളുപ്പമുള്ള പരിപാടിയില്ല, നോട്ട് ആൻ ഈസി ടാസ്ക്. അപ്പോൾ ഇത് ക്രാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവൻ കൊള്ളാം, ഇവൻ ഈ ചെറിയ കാലയളവിൽ ഇത് എടുത്തു എന്നുള്ളത്. ഞാനൊരു എംപ്ലോയർ ആണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ അവന് വെയിറ്റേജ് കൊടുക്കും. ഇപ്പം മിടുക്കനാണ് അല്ലെങ്കിൽ ഈ കുട്ടി മിടുക്കിയാണ് എന്ന് എനിക്കൊരു മൈൻഡ് സെറ്റ് ഉണ്ടാവും ഉറപ്പായിട്ട്. നോട്ട് ഈസി. ഞാൻ ഇച്ചിരി പാടുപെട്ടാ ലൈസൻസ് എടുത്ത്, എനിക്കറിയാം. അപ്പോൾ ഇപ്പോഴത്തെ കാലയളവിൽ അത് അത്രയും ബുദ്ധിമുട്ടുണ്ടെന്ന് ഞാൻ പറയത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ സിസ്റ്റമാറ്റിക് ആയിട്ട് റൂൾസ് ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഷോർട്ട് കട്ട് എടുക്കാൻ ശ്രമിക്കും. അതാണ് പ്രശ്നം നിൽക്കുന്നത്. നമ്മൾ വരുമ്പോൾ തന്നെ ഒരു ഇൻസ്ട്രക്ടറുടെ കൂടെ ഒരു 5 ദിവസമെങ്കിലും പോവുക. അത്യാവശ്യം പഠിച്ചതിന് ശേഷമേ ടെസ്റ്റിന് ഇരിക്കാവുള്ളൂ. പിന്നെ ഈ ഇൻസ്ട്രക്ടറിനെ പറഞ്ഞു തരാനും കൂടെ അറിയണം. ഞാൻ എടുത്തൊരു അച്ഛൻ്റെ കൂടെ, അച്ഛൻ അധികം സംസാരിക്കൊന്നുമില്ല. നീ എടുത്തോ, പഠിച്ചോ, ഇൻഡിക്കേറ്റർ ഇട്ടോ, ഇങ്ങനെ പറയാം. പിന്നെ ഞാൻ പഠിച്ചത് ഒരു ലിങ്ക് ഇതിൻ്റെ യൂട്യൂബിൽ ഇട്ടേക്കാം. ഒരു ഡ്രൈവിംഗ് ലൈസൻസ് ഗൈന്നോ അങ്ങനെ കണ്ട് പറഞ്ഞ NSWയിലുള്ള ഒരു മാഷാണ്, ഒരു സായിപ്പാണ്. പക്ഷെ പുള്ളി എല്ലാ വീഡിയോസിലും അത് പറയുന്നുണ്ട്. ഇങ്ങനെ അത് എന്തൊക്കെ റൂൾസ് ആണ്. ഒരു 10-40 വീഡിയോ ഉണ്ട്. അപ്പോൾ ആ ലിങ്ക് ഇട്ടേക്കാം. മേക്ക് യൂസ് ഓഫ് ഇറ്റ്. ആ ലിങ്ക് കണ്ട് ഈ ഡ്രൈവിംഗ് ഒന്ന് പഠിച്ചു വെച്ചോ. അതും വെറുത്ത ഇൻവെസ്റ്റ്മെൻറ്റ്. അതും നിങ്ങൾ ഈ നെറ്റ്വർക്കിങ്ങിനായിട്ടും പൈസ മുടക്കിക്കോ. ഏറ്റവും ബെസ്റ്റ് കാര്യം. ആദ്യത്തെ 3 മാസം നിങ്ങൾക്ക് ജോലി കിട്ടുന്നില്ലെങ്കിൽ ഇത് 2 കറക്റ്റായിട്ട് ചെയ്യുക. ഇത് 2 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ജോലി കിട്ടും. സത്യം, ട്രസ്റ്റ് മീ, പ്രോമിസ്. അപ്പോൾ നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് ഫറൂഖ്. എന്താ ലീറ്റേ? ഞാൻ കുറച്ച് ഇന്നലെ നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു, അസൈൻമെൻറ്റ് ഉണ്ടായിരുന്നു. അത് സബ്മിഷൻ കഴിഞ്ഞാൽ ഇന്ന് കുറച്ച് ഫ്രണ്ട്സ് കൂടെ വരുന്നുണ്ട്. അപ്പോൾ അത് സെറ്റ് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യണം. അടിപൊളി. എപ്പോഴാണ് സബ്മിഷൻ? നാളെ നൈറ്റാണ്. നാളെ നൈറ്റ് 12 മണിയായിരിക്കും അല്ലേ? അത് യെസ്, 11:55. എൻ്റെ അസൈൻമെൻറ്റ് കാലം ഓർമ്മ വരുന്നു. നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ അസൈൻ ചെയ്യുന്നത് കേട്ടോ. 5 ക്വസ്റ്റ്യൻ ഉണ്ട്. ചിലപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റിനെ അറിയത്തുള്ളൂ. എന്ത് ചെയ്യേണ്ടതെന്ന് അറിയാമോ? ആ ഒരു ക്വസ്റ്റ്യൻ വിൽക്കുക 4 പേർക്ക്. ഇതിൻ്റെ ആൻസർ കിട്ടിയോ? അപ്പോൾ അവർക്ക് നമ്മുടെ ഈ ഒരു ആൻസർ ഉണ്ടെന്നുകൊണ്ട് നമ്മളിവിടെ റെസ്പെക്റ്റ് കാണും. അവന് അറിയാവുന്ന ആൻസർ നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ നമ്മുടെ 2 കിട്ടി. ഈ 2 വേറൊരു ടീമിനെടുത്ത് പോകും. ഇവിടെ ഇവര് 2 അറിയാമോ? അടുത്തത് നമുക്ക് കിട്ടും. അപ്പോൾ ലൈക്ക് ഇത് ക്യാമ്പസിലാണെങ്കിൽ ഈ പരിപാടി നടക്കുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ക്യാമ്പസിൽ ഒട്ടിപ്പെട്ട് നിന്ന് കഴിഞ്ഞാൽ എത്ര നമുക്ക് അറിയാൻ വേണ്ടിയും പഠിക്കാനായിട്ട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നമ്മുടെ മൈൻഡ് മാത്രം കൊടുക്കുക, യൂണിവേഴ്സിറ്റിയിൽ സ്പെൻഡ് ചെയ്യുക. എവിടുന്നേലും ഉത്തരം കിട്ടും. പിന്നെ അങ്ങനെ പഠിക്കും. ഓസ്ട്രേലിയൻ ലൈഫിനെ പറ്റി. ഓസ്ട്രേലിയൻ ലൈഫ് ആണല്ലോ. അപ്പോൾ ഓസ്ട്രേലിയൻ ലൈഫിനെ എങ്ങനെ നോക്കും?
ഓസ്ട്രേലിയ ലൈഫ് നന്നായിട്ട് പോകുന്നു. അല്ല, ആദ്യം നമ്മളെ നാട്ടിൽ വെച്ച് ഓസ്ട്രേലിയയെ പറ്റി കേൾക്കുന്ന ഒരു പെർസ്പെക്റ്റീവിലാണ് ഇവിടെ വന്നതിന് ശേഷം. ആദ്യം നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ എന്തിനാ വന്നത് ഞാൻ എന്തായാലും കുറേ നാളിങ്ങനെ ആലോചിച്ച് പിന്നെ പെയ്യെ നമുക്ക് സെറ്റായി വരും ഓരോ കാര്യങ്ങൾ. ഒരു 1-2 മാസം കഴിയുമ്പോഴേ ഒരു മാസം നല്ല കഷ്ടപ്പാട്, ആദ്യം കഷ്ടപ്പാടും കാര്യത്തിൽ സങ്കടവും. ഇവിടെ എന്ത് ചെയ്തതിന് അബദ്ധങ്ങളായിരിക്കും, സാധനം വാങ്ങിച്ചാൽ വരെ അബദ്ധങ്ങളായിരിക്കും. ഞാൻ പോലും കടയുന്ന സാധനം വീലടിച്ചിട്ട് സാധനം എടുക്കാൻ മറന്നു പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വരുന്ന വിഷമം ഒരു $5 കൗണ്ട്സ് കേട്ടോ. ഇപ്പം ഞാനിത് ഓർക്കും, ഞാൻ പണ്ട് $5 $10 പോകുമ്പോൾ വിഷമിക്കുന്നത് ഇപ്പം $100 പോയാൽ അല്ലേ നമുക്ക് അത്. പക്ഷേ നിങ്ങൾ ആ സ്റ്റേജിൽ എത്തിക്കോളും. ഈ ജസ്റ്റ് മാറ്റർ ഓഫ് ടൈം. ഇപ്പം നമ്മളെല്ലാം കൗണ്ട് ചെയ്ത് അങ്ങനെ തന്നെ പോട്ടെ. അത് നല്ല എത്ര നാൾ ആ മൈൻഡ് സെറ്റ് കീപ്പ് ചെയ്യുന്നു അത്രയും നന്നായി സേവ് ചെയ്യും. അത് നാട്ടിൽ നിന്ന് ആ ഒരു ഫണ്ട് ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ഫണ്ട് കിട്ടി തുടങ്ങിയിട്ട് ഇവിടെ തന്നെ പേ ചെയ്യുമ്പം അത്രയും ബുദ്ധിമുട്ട് തോന്നുന്നില്ല. അതെ. വൺസ് നമുക്കൊരു നല്ലൊരു പാർട്ട് ടൈം ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിന് അത്രയും എക്സ്പെൻസസ് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. സത്യം. നമുക്ക് ഈ റെൻറ്റ് മാത്രം ചെറിയ വിഷയം മാത്രമേ വരുന്നുള്ളൂ. അതാണ് ആദ്യം ഞാൻ യൂണിലോഡ്ജിൽ അക്കോമഡേഷൻ എടുത്തു കൊടുത്ത ഒരു കുട്ടി പോലും എന്നോട് പറഞ്ഞു അക്കോമഡേഷൻ ഭയങ്കര മോശമായിരുന്നു. അതെന്താ നിങ്ങൾ ശരിക്കും ഓണസ്റ്റായിട്ട് പറ, ഫസ്റ്റ് കയറിയപ്പം നിങ്ങൾക്ക് എന്താ തോന്നി അക്കോമഡേഷൻ ഇത്രയും രൂപ നമ്മൾ കൊടുത്തിട്ട് ഈ അക്കോമഡേഷൻ പോരായിരുന്നു എന്നോ അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്തോ? ഇല്ല, കാരണം ഞാൻ നോക്കുമ്പോൾ എനിക്ക് 5 മിനിറ്റ് കൊണ്ട് യൂണി എത്തും. എനിക്ക് കളിക്കാനാണെങ്കിലും ബാക്കിൽ ഒരു 2 പാർക്ക് 2 സൈഡിലും. പിന്നെ ഞാൻ താമസിക്കുന്നവിടെ നല്ല കമ്മ്യൂണിറ്റി, അടിപൊളി ആൾക്കാർ, എല്ലാം എനിക്ക് അടിപൊളി. കാരണം ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കണവരാണെങ്കിൽ 5 പേര്, ഞങ്ങൾ 5 പേരായിട്ടാണ് നിൽക്കണത്. ബാക്കി 4 പേരും അടിപൊളി. ഞാൻ നോക്കുമ്പോൾ ഞാൻ ഭാഗ്യവാനായിട്ടെന്ന് തോന്നി, കാരണം എനിക്ക് ഇത്ര അടിപൊളി നല്ല റൂംമേറ്റ്സ് കിട്ടിയിട്ടില്ല ഇതുവരെയായിട്ട്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഞാൻ ഞെട്ടിപ്പോയി ശരിക്കും. പോസിറ്റീവ് എക്സ്പീരിയൻസ് ഓണസ്റ്റ് ആയിട്ട് എങ്ങനെയായിരുന്നു നമുക്ക് വന്നപ്പം യൂണിവേഴ്സിറ്റി അടുത്താണ്. അപ്പം ഇത്ര റിച്ചാർഡ് അത്ര റെൻറ്റ് കൊടുക്കണ്ട, അതാണ് ഏറ്റവും വലിയ പോസിറ്റീവ് ആയിട്ടുണ്ട്. അത് നമ്മുടെ പോസിറ്റീവ്. ഇവരെല്ലാം പോസിറ്റീവ് ഗൈസാണ്. പോസിറ്റീവ് അല്ലാത്ത ഗേൾസും ഉണ്ട്, ഗൈസും ഉണ്ട്, ഗേൾസും ഉണ്ട്. പിന്നെ അടുത്ത് ഊഴീസ് ഉണ്ട്, നമുക്ക് 2 മിനിറ്റ് നടന്നാൽ ഊൾബോട്സിലോട്ട് പോകാം. ഫറൂഖ് ആണെങ്കിലും പെട്ടെന്ന് അടുത്ത് തന്നെ. ഫറൂഖിനും വന്നപ്പോഴും ഇങ്ങനെ തന്നെയാണല്ലോ. അതോ തോന്നിയോ ഇച്ചിരി കൂടെ ഞാൻ ഇത്രയും $1 കൊടുക്കുന്നതല്ലേ എനിക്ക് ഇച്ചിരി കൂടെ സെറ്റപ്പ് കാണും? കമ്പാരിറ്റീവ്ലി ഞാൻ കുറച്ചാണ് കൊടുക്കുന്നത്, ഏറ്റവും കുറച്ച് കൊടുക്കുന്നത്. എനിക്കിതിനൊക്കെ ആമ്പിള്ളേർക്കില്ല പരാതി കുറവാണ്. അതാണ് ഇതിൻ്റെ സംഭവം. അപ്പോൾ അഡ്ജസ്റ്റ് ആയി പോകും. നമുക്ക് പെൺപിള്ളേരോട് ഒരു ഇൻ്റർവ്യൂ നടതാണ്. എന്നോട് പെങ്കുച്ച പറഞ്ഞു, എൻ്റെ പൊന്നെ ചേട്ടാ ഈ അക്കോമഡേഷൻ ശരിയാവുന്നില്ല, ഞാൻ വന്നിട്ട് ക്ലീൻ അല്ല, ഇവിടെ വേറൊരു ആളുണ്ട് യൂണിലോഡ്ജിൻ്റെ അക്കോമഡേഷന്. അപ്പോൾ എനിക്ക് തോന്നുന്ന ആൾക്കാർക്ക് ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ട്, നമ്മുടെ നാട്ടിൽ നിന്ന് ഇത്രയും $1 കൊടുക്കുമ്പോൾ ഓസ്ട്രേലിയ സിനിമയിൽ കാണുന്നതുകൊണ്ട് ഭയങ്കര സംഭവമായിരിക്കും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. ഭയങ്കര സംഭവമാണ്. പക്ഷെ നമ്മളിപ്പോൾ വരുന്ന സ്റ്റുഡൻറ്റ് അക്കോമഡേഷൻ ഏറ്റവും ചെറിയ, ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവായിട്ടുള്ളതാണ്. അപ്പോൾ ഹൈ എക്സ്പെക്റ്റേഷൻസോടെ വരാതിരിക്കുക, ഫോട്ടോസ് കാണുക. ആ ഫോട്ടോസ് കാണുന്നത് അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് വേർഷൻ ആയിരിക്കും. അത്രയും സെറ്റപ്പ്, അത്രയും ലൈറ്റിങ് കാണത്തില്ല. എഡിറ്റ് ചെയ്ത് ലൈറ്റൊക്കെ കയറ്റിയായിരിക്കും നമ്മൾ ഏത് ഫോട്ടോ കാണുന്നത്. ഞങ്ങളുടെ തെറ്റല്ല, ഈ ഓണിയുടെ തെറ്റല്ല, നമുക്ക് കിട്ടുന്ന ഫോട്ടോ അങ്ങനെ ഓണേഴ്സ് തരുന്നത് അല്ലേ. നമ്മളാണെങ്കിലും അങ്ങനെ ലൈറ്റിങ് ചെയ്ത് ഫോട്ടോ എടുക്കുള്ളൂ. അപ്പോൾ നമ്മൾ റിയാലിറ്റി ചെല്ലുമ്പോൾ ഇരുണ്ട് ഒരു റൂമായിരിക്കും. അത് മാത്രമല്ല, ഇത് സ്റ്റുഡൻറ് അക്കോമഡേഷൻസ് പറയുമ്പോഴത്തേന് കൂടുതലും കുട്ടികളാണ് താമസിക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇവർക്ക് പലർക്കും ഈ ഡ്യൂട്ടീസ് അലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യൂട്ടീസിൽ ഒരാൾ സ്കിപ്പായി പോയിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ ആൾ ചെയ്യത്തില്ല, രണ്ടാമത്തെ ആദ്യത്തെ ആൾ ചെയ്യട്ടെ എന്നുള്ളത്. അപ്പോൾ മൂന്നാമത്തെ ആൾ ചെയ്യത്തില്ല. ഇങ്ങനെ വന്ന് അക്യുമുലേറ്റ് ചെയ്ത് അവിടെ ഇവിടെ പ്രശ്നം വരുന്ന. എനിക്ക് തോന്നുന്നു ഇതാൻ സാറ് ഓപ്പറേറ്റ് ചെയ്യുന്ന 5-6 വീടുകളുണ്ട് സ്വന്തം. ആ വീടുകളിലെ ക്ലീനർ ഉണ്ടല്ലേ, ഭയങ്കര പരിപാടിയാണ്. അപ്പം ശരിക്കും അങ്ങനെ സ്റ്റുഡൻസ് ഒരു 5-6 പേരൊക്കെ താമസിക്കുന്നിടത്ത് റെഗുലറായിട്ട് മാസത്തിലൊന്നോ അല്ലെങ്കിൽ 2 ആഴ്ചയിൽ ഒരിക്കലോ ഒരു ക്ലീനറിനെ കൊണ്ടുവരുന്നത് നല്ലതാണ്. പക്ഷേ പിള്ളേർക്ക് അത് അഫോർഡ് ചെയ്യുമെന്ന് അറിയത്തില്ല. പക്ഷേ ചില ഓണേഴ്സ് അത് ചിലർക്ക് അത് ഇൻക്ലൂസീവ്, അത് ബുദ്ധിയുള്ള ഓണേഴ്സ് അതാ ചെയ്യുന്നത്. കാരണം ആ വീട് വൃത്തിയായിട്ട് കിടക്കണമെങ്കിൽ അതിലും നല്ല മാർഗ്ഗമില്ല. പക്ഷെ അപ്പോൾ അതിനകത്തൊരു കുഴപ്പമുണ്ട്. ഇവർ വന്ന് ചെയ്യുന്നത് കോമൺ ഏരിയ ആണ്. അപ്പോൾ ഇവരുടെ റൂമുകൾ കയറത്തില്ല, കാരണം ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് പിള്ളേർ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചിലപ്പം കുട്ടികൾ തേക്കുമൊക്കെ ചെയ്തിട്ട് നേരെ കാർപ്പറ്റ് അത് ചെയ്യുന്ന പരിപാടിയാണ്. അത് $2,000 ഒറ്റ റൂമിന്റെ തന്നെ കാർപ്പറ്റ് ചെയ്യുകയും ചെയ്യാം. ചില പിള്ളേരെ അബ്സ്കൗണ്ട് ചെയ്ത് കളയും. പക്ഷെ അങ്ങനെ ചെയ്യരുത്. പക്ഷെ എല്ലാം അങ്ങനെയുള്ളവർ തിരിച്ചു പിടിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ എൻ്റെ അല്ല, നമുക്കറിയാവുന്ന ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഇങ്ങനെ ചെയ്തിട്ട് പോയി, എന്നിട്ട് അത് മൂടി വെച്ചു പോയി. വേറെ ഒരു കാർപ്പറ്റ് ഇട്ട് മൂടി അതിന് മുകളിൽ ഒരു ഫർണിച്ചറും വെച്ചിട്ട് പോയി. ഇവർ പോയി കഴിഞ്ഞത് ക്ലീനേഴ്സ് വന്ന് ഇതെല്ലാം മാറ്റി കഴിഞ്ഞപ്പോൾ അകത്ത് 2 മാർക്ക് കിടക്കും. അത് ചെയ്തു, ആള് പോയി. ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ക്യാഷിൻ പൈസ ആയിട്ടാണ് കൊടുത്തോണ്ടിരുന്നത്. ഇപ്പോൾ ബാങ്ക് ഡീറ്റെയിൽ ഒന്നും ഇല്ല. നേരെ ഒരു കോർട്ടിൽ ചെയ്തു. ഈ കുട്ടിയുടെ $2,500 ഈ കണ്ടുപിടിക്കാനായിട്ട് എടുത്തിയ ചിലവും കാര്യങ്ങളും എല്ലാം മേടിച്ചു.
അപ്പോൾ അങ്ങനെ ചെയ്യരുത് കേട്ടോ. അതുപോലെ നിങ്ങൾ എന്തെങ്കിലും പേയ്മെൻറ്റ്സ് മുടക്കുന്ന സ്റ്റുഡൻസിനൊക്കെ സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. എന്തെങ്കിലും പേയ്മെൻറ്റ് മിസ്സാവുമോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ മൊബൈൽ ബില്ല് അങ്ങനത്തെ കാര്യങ്ങളൊന്നും വെറുതെ വിടരുത്. അതുപോലെ ഫൈൻ കിട്ടിക്കഴിഞ്ഞിട്ട് അത് അടയ്ക്കാതിരിക്കുന്നതൊക്കെ അപകടമാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മളത് കൊടുത്തില്ലെങ്കിൽ ഇത് പെനൽറ്റി ആയിട്ട് ഡെറ്റ് കളക്ഷൻ ഏജൻസിയുടെ കയ്യിൽ പോകും. ഡെറ്റ് കളക്ഷൻ ഏജൻസി നിങ്ങളുടെ ക്രെഡിറ്റ് ഫയലിലേക്ക് ഇത് മാർക്ക് ചെയ്തിടും, മനസ്സിലായോ? അപ്പോൾ പിന്നീട് നിങ്ങളൊരു വലിയ ലോൺ എടുക്കാനോ മോർഗേജ് എടുക്കാൻ നേരമൊക്കെ ആയിരിക്കും നിങ്ങൾ അറിയുന്നത്, അയ്യോടാ എന്ന് പണ്ടത്തെ ഒരു $50 കിടപ്പുണ്ട്, അത് കാരണം നിങ്ങളൊരു 400 പോയിൻറ്റ്സ് പോയി എന്നൊക്കെ. അപ്പം ഈ കാര്യങ്ങളൊക്കെ അത്യാവശ്യം കെയർഫുള്ളായിട്ട് തന്നെ നോക്കുക. നമ്മൾ ഇച്ചിരി കോഷ്യസ് ആയിരിക്കുക, ഡാമേജ് ഒന്നും വരുത്തരുത് ഓണറിനും നമ്മൾ താമസിക്കുന്ന. അല്ല, ക്ലീനിങ്ങിൻ്റെ കാര്യം പറഞ്ഞു വരുമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ ക്ലീനിങ്ങിനെ സംബന്ധിച്ച് നോക്കി കഴിയുമ്പോൾ ചിലപ്പോൾ അത്രമാത്രം ഒന്നും ക്ലീൻ ആവണമെന്നില്ല. നമ്മൾ നമ്മുടെ വീടായിട്ട് കാണുകയും നമ്മുടെ ഫാദർ മുതൽ ക്ലീൻ ചെയ്തിരുന്നത് പോലെ എപ്പോഴും ഒരു വീട് ക്ലീൻ ആവണമെന്ന് ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഓസ്ട്രേലിയ ഈ സിനിമയിൽ കാണുന്നത് പോലെ അത്രയും പെർഫെക്റ്റ് ആണെന്ന് വെച്ചാൽ പെർഫെക്റ്റ് ആയിട്ടുള്ളതുണ്ട്, പക്ഷേ അത് പ്രീമിയം സെറ്റപ്പാണ്. പ്രീമിയം എമൗണ്ട് കൊടുക്കാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ നോ പ്രോബ്ലം. നിങ്ങൾക്ക് ഏറ്റവും ചീപ്പായിട്ട് അക്കോമഡേഷൻ വേണമെന്ന് പറയുകയും ചെയ്യും. അതേസമയം എല്ലാം ടോപ്പ് ക്ലാസ് വേണമെന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലല്ലോ. ഈ $250 എന്ന് പറയുമ്പോഴും നാട്ടിൽ നിന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴത്തേന് 12,000 രൂപയാണ്. 12,000 രൂപ ഒരാഴ്ചയാണ്. ഒരാഴ്ച എന്ന് പറയുമ്പോൾ ഹെവി എമൗണ്ട്. പക്ഷേ അതിൻ്റെ അകത്തൊരു പ്രശ്നമുണ്ട്. നമുക്ക് നാട്ടിൽ ഒരു മാസം വർക്ക് ചെയ്താൽ കിട്ടുന്ന ഈ 15,000 രൂപയാണ്. ഇവിടെ ഒരു ഒറ്റ ദിവസം വർക്ക് ചെയ്താൽ 1.5 ദിവസം വർക്ക് ചെയ്താൽ ഇത് കിട്ടും. അതാണ് അതിൻ്റെ വ്യത്യാസം. ഈ 1.5 ദിവസം വർക്ക് ചെയ്താൽ കിട്ടുന്ന എമൗണ്ട് ആകത്തുള്ളൂ ഒരാഴ്ച നമുക്ക് ഫുള്ള് റെൻ്റ് അടയ്ക്കാനായിട്ടും. അപ്പം അതിലേക്ക് ആൾക്കാർ ചിന്തിക്കുന്നില്ല. ആദ്യത്തെ ഒരു 3 മാസത്തെ ബുദ്ധിമുട്ടുണ്ടാവും എന്താണെങ്കിലും. നമ്മൾ കൺവേഴ്സ് ചെയ്തുകൊണ്ടേ ഇരിക്കും. നമ്മളൊരു കടയിൽ പോയി കഴിഞ്ഞാൽ വോൾസിലോ കോൾസിലോ പോയാലും നമ്മളിങ്ങനെ $50, $100, $150 എന്ന് പറഞ്ഞു. ആദ്യം അങ്ങനെ ചെയ്യുന്നുണ്ട്. ഞാൻ ആദ്യം വന്നപ്പോൾ വോളീസിൽ കയറിയിട്ട് ഞാൻ മുട്ട മേടിക്കാൻ കയറിയതാണ്. മുട്ട മേടിക്കാൻ അതിന് വില നോക്കിയപ്പോൾ $4.50. ഞാൻ എന്നിട്ട് വില തിരിഞ്ഞു വാങ്ങി. നാട്ടിലൊരു മുട്ടയ്ക്ക് $4 കിട്ടും. അത് ഇവിടെ $4 വളരെ പന്ത്രണ്ട്. അങ്ങനെ പിന്നെ അത് കുറെ അങ്ങനെ ചെയ്യുന്നില്ല. ചെയ്യാൻ പോയി നമ്മളതിന് വിട്ടുപോകത്തുള്ളൂ. ഇല്ല, പക്ഷെ അതൊരു കാരണവശാൽ നല്ലതാണ്. പറഞ്ഞാൽ നമ്മൾ കുറച്ച് ചിലവാക്കുക. അതായത് 3 മാസം കൺവേർട്ട് ചെയ്തു, ജോലി കിട്ടി കഴിഞ്ഞ് കൺവേർഷൻ നടക്കും. പക്ഷെ എന്ന് വെച്ച് കഴിക്കാതിരിക്കരുത്. അത് അത്യാവശ്യം ചിന്തിക്കേണ്ട കാര്യം. വലിയ അസുഖം വന്ന് ഞാൻ ഡീക്കനിലെ നേഴ്സിനെ എടുത്ത് ചെയ്യുന്നു. നമ്മുടെ ബ്യൂപ്പ ഉണ്ടായിരുന്നു. ആ ബ്യൂപ്പ കവർ ചെയ്യും കേട്ടോ. നിങ്ങൾക്ക് ആ ഹെൽത്ത് ഇൻഷുറൻസ് OSXC ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഫെസിലിറ്റി ഉപയോഗിക്കുക. ചിലപ്പം വീട്ടിൽ ഡോക്ടർ വരും. ബ്യൂപ്പയ്ക്കൊക്കെ ഉണ്ട് കേട്ടോ. 13 എന്ന് പറഞ്ഞ നമ്പറുണ്ട്. ആ നമ്പറിൽ ഡയൽ ചെയ്യുക, അവർ വീട്ടിൽ വന്ന് നമ്മൾ നോക്കിക്കോളൂ. അപ്പോൾ എന്നോട് നേഴ്സ് കഴിഞ്ഞിട്ട് എന്നെ കഴിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ ചോറ് തൈര് ചിക്കൻ രാവിലെ എന്ന് കഴിച്ച് ചോറ് തൈര് ചിക്കൻ, ഉച്ചയ്ക്ക് എന്താ കഴിച്ചിട്ട് അതൊക്കെ തന്നെ അവർ എൻ്റെ പൊന്നു മോനെ ഇച്ചിരി വെജിറ്റബിൾസ് കഴിക്കണമെന്ന് പറഞ്ഞു. അപ്പം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഓസികൾ കഴിക്കുന്ന ഒരു പ്ലേറ്റിൻ്റെ ഒരു 25% വൈറ്റ് റൈസ്, ഒരു 25% വേറൊരു കളർ യെല്ലോയോ റെഡോ എന്തെങ്കിലും, പിന്നെ ഒരു പ്രോട്ടീൻ ഒരു 25%, 25% വെജീസ്, അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തൊരു സമീകൃതാഹാരമൊക്കെ കഴിക്കുകയാണെങ്കിൽ നന്നായിരിക്കും. എന്ന് വെച്ചാൽ പാസം ഇപ്പോഴും കഴിപ്പിനെ പറ്റി ഇത് വിട്ടുപോകരുത്. കാരണം പൈസ $2 നമുക്ക് പിന്നീട് ഉണ്ടാക്കാം. ആരോഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പറഞ്ഞിട്ട് കാര്യമില്ല. ഹോസ്പിറ്റലിൽ കടന്ന് തിരിച്ചു പോയിട്ടുള്ള കുട്ടികളുണ്ട്. ഇവിടെ വന്നിട്ട് ഫുഡ് കഴിക്കാതെ ഇരുന്ന് ആരോഗ്യം എല്ലാം പോയി മെലിഞ്ഞ് വയ്യാതായിട്ട് ഒട്ടും വയ്യാതായി തിരിച്ചു പോയിട്ടുള്ള പിള്ളേരുണ്ട്. ഒരു 5-6 വർഷം മുമ്പ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു ആന്ധ്രയിൽ നിന്ന് വന്നൊരു വെച്ചാൽ എൻ്റെ വീട്ടിൽ താമസിച്ചിട്ടുണ്ടെന്നൊരു കുട്ടിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് കഴിപ്പില്ല. 99%, അതായത് 24 hours ഉണ്ടെങ്കിൽ 23 hours വർക്കാണ്. അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇദ്ദേഹത്തിന് ഉള്ള മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇവർ വളരെ താഴ്ന്ന പാവപ്പെട്ട ഒരു ഫാമിലിയിൽ നിന്ന് വന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പഠനത്തിൻ്റെ മികവ് കൊണ്ടാണ് പുള്ളിക്ക് കിട്ടിയത്. ഒത്തിരി സ്കോളർഷിപ്പും അതും ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് കിട്ടിയത്. പക്ഷേ ഇവിടെ വന്നിട്ട് ഇവർ ലോൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ വീട്ടുകാർക്ക് അടയ്ക്കാനുള്ള പൈസ ഇല്ല. അപ്പോൾ ഈ ലോൺ ഫുള്ള് നാട്ടിൽ തിരിച്ചടയ്ക്കുന്നതിന് വേണ്ടി ഇദ്ദേഹം മരണപ്പണിയെ 4 സ്ഥലത്തൊക്കെ ഒരു ദിവസം വർക്ക് ഉണ്ട്, 4 സ്ഥലത്ത്. അപ്പോൾ 23 മണിക്കൂർ 22 മണിക്കൂറൊക്കെ അവർക്കുണ്ട്. ഉറക്കവും ഇല്ല, കഴിപ്പും ഇല്ല. അങ്ങനത്തെ വന്ന് അവസാനം തിരിച്ചു പോകേണ്ട സിറ്റുവേഷൻ ഉണ്ട്. അങ്ങനെ നിങ്ങളിവിടെ ഒരു കാര്യം ചിന്തിക്കേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, ഒരിക്കലും നിങ്ങൾ ജോലി ചെയ്യാനല്ല നിങ്ങളിവിടെ വരുന്നത്, നിങ്ങൾ പഠിക്കാനാണ് വരുന്നത്. പഠനം എന്നുള്ളതാണ് മെയിൻ ഇമ്പോർട്ടൻറ്റ് തിങ്. അതിന് ശേഷമേ ഉള്ളൂ ബാക്കിയുള്ള കാര്യങ്ങളല്ല. അപ്പോൾ ജോലി ചെയ്യാനും നമുക്ക് സർവൈവ് ചെയ്യാനുള്ള ജോലി നമുക്ക് കിട്ടും. അത് ഒരു സംശയമില്ലാതെ കിട്ടുന്ന കാര്യമാണ്. നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് തിരക്കാൻ മതി, ഇത് കിട്ടുന്നതാണ്. പക്ഷേ ഇതിനകത്ത് ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മളെപ്പോഴും ഫോക്കസ് കൊടുക്കേണ്ടത് പഠനത്തിനാണ്. പിന്നെ ജോലി, സെക്കൻഡറി ജോലി, നമ്മുടെ ചിലവുകൾ കഴിയാൻ വേണ്ടി മാത്രം അടയ്ക്കുന്ന പിള്ളേരുണ്ടാവും. അതായത് അത് ചില കുട്ടികൾക്ക് ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള കുട്ടികൾക്ക് അത് അടയ്ക്കാൻ പറ്റും. എന്ന് വെച്ച് നമ്മുടെ ഞാൻ ആളൊരു സ്റ്റോറി പറഞ്ഞോട്ടെ. NIT പഠിച്ച ആളാണ്. NIT പഠിച്ച് ഒരു ഹൈദരാബാദുകാരൻ ഫേസ്ബുക്കിൽ കണ്ടിട്ട് ഡേറ്റാ സയൻസ് പഠിക്കാൻ പറ്റുന്നതുകൊണ്ട് എന്നോട് ഡേറ്റാ സയൻസിനെ പറ്റി ചോദിച്ചു തുടങ്ങിയതാണ്. അപ്പം ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ
നമ്മുടെ ജൂനിയറായിട്ട് വന്ന് പഠിക്കാൻ തുടങ്ങി ഡീക്കിനിൻ്റെ യൂണിവേഴ്സിറ്റി തന്നെ. അവനൊരു മെൻറ്റർ പോലെ ആയിരുന്നു. അപ്പോൾ അവനൊരു സമയത്ത് ഞാൻ അവനോട് പറയാനാടാ ജോലിയൊക്കെ ഞാൻ സെറ്റ് ചെയ്തോളാം. അവൻ്റെ വീട്ടിലാണ് ഇഷ്ടം പോലെ പൈസയുള്ള പയ്യനാ, അപ്പൻ എഞ്ചിനീയറാണ്. പക്ഷേ പുള്ളിക്ക് അപ്പൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിക്കത്തില്ല, ആത്മാഭിമാനം. ഇപ്പോൾ എനിക്കുണ്ട് ഇച്ചിരി പ്രശ്നമുണ്ട്, അപ്പനുമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൈസ വയ്ക്കാൻ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ആ ആത്മാഭിമാനത്തിൻ്റെ പ്രശ്നം കൂടിയ പയ്യൻ അവൻ എന്നെ ചെയ്തു, വർക്ക് രാത്രി ഊബർ ഓടിക്കുക, പകൽ വേറെ ജോലി ചെയ്യുക, പഠിക്കാൻ എടുക്കാനുമാണ്. അവന് അസൈൻമെൻറ്റ്സിനൊക്കെ നല്ല മാർക്കും ഉണ്ട്. അപ്പം ഞാൻ കുഴപ്പമില്ല, അവൻ കഴിവുള്ളവനല്ല, അവൻ ചെയ്തോട്ടെ. അപകടം എന്താ പറ്റിയെന്ന് വെച്ചാൽ ഊബർ ഓടിച്ച് രാത്രി ഒരു 10-10:30 ആയപ്പോൾ സിറ്റിക്കകത്തൂടെ ഓടിച്ചൊന്ന് ഉറങ്ങിപ്പോയി. വന്ന് സിഗ്നൽ മിസ്സായി, അവൻ പോയി ഇടിച്ച് കയറിയത് ഒരു ബെൻസ് ഓടിച്ച് അമ്മച്ചിയുടെ കാറിൻ്റെ ബാക്കിനിട്ട്. അവൻ്റെ കാറിന് ഇൻഷുറൻസ് ഇല്ലായിരുന്നു. $40,000 കോട്ട് അവന് വിധിച്ച പിഴ. അപ്പോൾ അവൻ മിടുക്കനായിരുന്നുണ്ട്, അവൻ ഫീസ് മുഴുവൻ അടച്ചു തീർത്തു പഠിച്ചു തീർന്ന സമയത്ത്. ഇറ്റ് ഈസ് പോസിബിൾ കേട്ടോ അങ്ങനെ. പക്ഷെ അവന് വന്ന അപകടം ഇതിനോടൊപ്പം തന്നെ വേറെ ഫീസിന് തത്തുല്യമായ ഒരു തുക കോർട്ടിൽ പെനൽറ്റി ആയിട്ട് കിട്ടി. അവന് കിട്ടിയ മാനസിക സമ്മർദ്ദം എന്താണ്? അപ്പോൾ അവൻ ആ 40,000 അടച്ചു തീർക്കാൻ, ഞാൻ എൻ്റെ ലോൺ അടച്ചു തീർത്ത സമയത്ത് തന്നെ അവനും അടച്ചു തീർത്ത് കാണുമായിരിക്കും, എനിക്കറിയില്ല. പക്ഷേ അങ്ങനെ ഓവർ സ്ട്രെസ് ചെയ്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അല്ല അവൻ ഉറങ്ങിപ്പോകേണ്ട ആവശ്യം വേണം. അവൻ ആ അപകടം വന്ന അവൻ്റെ ജീവനും അവൻ്റെ ചരിത്രത്തിനും എല്ലാം പറ്റിയിരുന്നെങ്കിൽ അത് അതിനേക്കാളും വലിയ ആവേശം. അപ്പോൾ അങ്ങനെ ഓവർ ബേർഡൻ ചെയ്യരുത്. നമ്മളൊക്കെ ചെറുപ്പമാണ്, ഡിസിപ്ലിൻഡായിട്ട് ജീവിക്കുക, മാക്സിമം പഠിക്കുക. ഞാൻ പറഞ്ഞത് ഇത് നോളജ് എക്വയർ ചെയ്യാനുള്ള ഏറ്റവും അവസാന അവസരം. നോളജ് ഈസ് മണി, ടൈം ഈസ് ഓൾസോ മണി. അപ്പോൾ നിങ്ങൾ പാർട്ട് ടൈം ചെയ്ത് കിട്ടുന്ന ചെറിയ മണിയല്ല ശരിക്കുള്ള മണി, ഈ നോളജാണ് ശരിക്കുള്ള മണി. നോളജ് വെച്ച് നിങ്ങൾ പിന്നെ കൂടുതൽ കാശുണ്ടാക്കും. സോ ജസ്റ്റ് വെയിറ്റ്. വേറെ എന്തെങ്കിലും നമുക്ക് ആഡ് ചെയ്യാൻ ഭയങ്കര സീരിയസ് ആയിപ്പോയി. ടാപ്പ് പിടിക്കാൻ പറ്റുമോ? ശരി ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ ചാറ്റ് ഡിസ്കഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീണ്ടും ഇതുപോലെ നമ്മൾ ചാറ്റ്സിന് വരും, ജോസിനും ഒക്കെ വരാതാണ്. നിങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കൂടെ നമുക്ക് സംസാരിക്കാം. താൻ സാറിനെ വീണ്ടും കാണാം. താങ്ക് യു. നമുക്കിനി ജീലോങ് വെച്ച് കാണാം. ശരി, ഇതിപ്പോൾ നമ്മുടെ തട്ടകത്തിൽ ഇതാൻ സാർ പറന്നിറങ്ങിയതാണ് നമ്മളോട് സംസാരിക്കാൻ. അപ്പോൾ വീണ്ടും ഇൻഫോർമേറ്റീവ് വീഡിയോസ് നമുക്ക് കാണാം. താങ്ക് യു ഓൾ. ബൈ ബൈ.